Bleed air from the fuel line. Service primary and secondary filters. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവശ്യഭരിതരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺവെൻഷണൽ ഡീസൽ സിസ്റ്റങ്ങൾക്ക് ഫ്യൂവൽ ലൈനുകളിൽ എയർ ബ്ലീഡിംഗ് ആവശ്യമാണ്. കൂടാതെ കൃത്യമായ സർവീസ് ഇൻ്റർവെല്ലുകളിൽ ഫിൽട്ടറുകൾ റീപ്ലേസ് ചെയ്യുക. അതിനാൽ ഫിൽട്ടറുകൾ എങ്ങനെ മാറ്റാമെന്നും ഫ്യൂവൽ സിസ്റ്റം എങ്ങനെ ബ്ലീഡ് ചെയ്യാമെന്നും നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നു ഫിൽട്ടർ എലമെന്റിനെ ഡിസ്മാൻഡിൽ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ഫ്യൂവൽ സിസ്റ്റം ബ്ലീഡ് ചെയ്യാനും ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും. ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, ആവശ്യമായ എക്യുപ്മെന്റുകളും സ്പെയറുകളും. മൾട്ടി സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഒരെണ്ണം, എയർ കംപ്രസർ ഒരെണ്ണം. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: മണ്ണെണ്ണ, ഡീസൽ, സോപ്പ് ഓയിൽ, കോട്ടൺ ക്ലോത്ത്, ഗ്യാസ്കറ്റ്. ഫിൽട്ടർ എലമെന്റ്. ഫിൽട്ടർ ഡിസ്മാൻഡിൽ ചെയ്ത് റീപ്ലേസ് ചെയ്യുക. ഫിൽട്ടറിൽ നിന്ന് ഫ്യൂവൽ ലൈനുകൾ ഡിസ്കണക്ട് ചെയ്യുക. ഡ്രെയിൻ പ്ലഗ് തുറന്ന് ഫിൽട്ടർ ഹൗസിംഗിൽ നിന്ന് ഫ്യൂവൽ, ഡേർട്ട്, വാട്ടർ എന്നിവ ഒഴിക്കുക. അസംബ്ലിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സെന്റർ സ്റ്റഡ് ബോൾട്ട് അഴിക്കുക. ടോപ്പ് കവർ നീക്കം ചെയ്യുക. ഫിൽട്ടർ ഹൗസിംഗിൽ നിന്നും ഉപയോഗിച്ച കോമ്പോണന്റുകൾ നീക്കം ചെയ്യുക. എലമെന്റ് ഉപേക്ഷിക്കുക. ഫിൽട്ടർ ഹൗസിംഗിന്റെ ഉൾവശം തുടയ്ക്കുക. ഫ്യൂവൽ റെസിഡ്യൂകളും മറ്റ് നിക്ഷേപങ്ങളും വൃത്തിയാക്കുക. ഹൗസിംഗ് വൃത്തിയാക്കാൻ മണ്ണെണ്ണ, ഡീസൽ എന്നിവ ഉപയോഗിക്കുക. സെന്റർ സ്റ്റഡ് ബോൾട്ടിൽ ഒരു പുതിയ ഗ്യാസ്കറ്റ് സ്ഥാപിക്കുക. ഫിൽട്ടർ കവർ അസംബ്ലിയിൽ ഒരു പുതിയ ഗ്യാസ്കറ്റ് സ്ഥാപിക്കുക. ഫിൽട്ടർ ഹൗസിംഗിൽ ഒരു പുതിയ ഫ്യൂവൽ ഫിൽട്ടർ എലമെന്റ് സ്ഥാപിക്കുക. ഫിൽട്ടർ ഹൗസിംഗിൽ ഡ്രെയിൻ പ്ലഗ് ഫിറ്റ് ചെയ്യുക. ഫിൽട്ടർ ഹൗസിംഗിൽ ഡീസൽ ഫ്യൂവൽ നിറയ്ക്കുക. കവർ ഉപയോഗിച്ച് ഹൗസിംഗ് അസംബിൾ ചെയ്യുകയും സെന്റർ ബോൾട്ട് ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. ഫ്യൂവൽ ഫിൽട്ടറുമായി ഫ്യൂവൽ ഹോസുകൾ കണക്ട് ചെയ്യുക. ബ്ലീഡിംഗ്. നിങ്ങൾ ബ്ലീഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ ഫ്യൂവൽ ലൈൻ കണക്ഷൻ ജോയിന്റുകളും ഫ്യൂവൽ ലൈനുകളിലെ ലീക്കും പരിശോധിക്കുക. ഫ്യൂവൽ പ്രഷർ വർദ്ധിക്കുന്നത് വരെ ഹാൻഡ് പ്രൈമിംഗ് പമ്പ് പ്രവർത്തിപ്പിക്കുക. ഫ്യൂവൽ ഫിൽട്ടർ ബ്ലീഡിംഗ് സ്ക്രൂ 1-2 പ്രാവശ്യം തിരിച്ച് അഴിക്കുക. അതുവഴി ബ്ലീഡിംഗ് ഹോളിലൂടെ വായു പുറത്തേക്ക് പോകാം. സ്ക്രൂ. ബ്ലീഡിംഗ് സ്ക്രൂ വീണ്ടും ടൈറ്റ് ചെയ്യുക. 2 ഫിൽട്ടറുകളിൽ നിന്നും സിസ്റ്റത്തിലെ വായു പൂർണ്ണമായി വലിച്ചെടുക്കുന്നത് വരെ പ്രവർത്തനം ആവർത്തിക്കുക. FIPയിലെ ബ്ലീഡിംഗ് സ്ക്രൂ 1 അഴിക്കുക. 1-2 പ്രാവശ്യം തിരിക്കുന്നത് വഴി ബ്ലീഡിംഗ് സ്ക്രൂവിൽ നിന്ന് ഹോളിലൂടെ വായു പുറത്തേക്ക് പോകും. ബ്ലീഡിംഗ് സ്ക്രൂ വീണ്ടും ടൈറ്റ് ചെയ്യുക. സിസ്റ്റത്തിലെ വായു പൂർണ്ണമായി വലിച്ചെടുക്കുന്നത് വരെ പ്രവർത്തനം ആവർത്തിക്കുക. എല്ലാ ഫ്യൂവൽ കണക്ഷനുകളും ബ്ലീഡിംഗ് സ്ക്രൂകളും സുരക്ഷിതമായി ടൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പെർഫോമൻസ് ചെയ്ത് പരിശോധിക്കുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിലെത്തി. അങ്ങനെ ഫ്യൂവൽ ലൈനിൽ നിന്നും എയർ ബ്ലീഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. പ്രൈമറി, സെക്കൻഡറി ഫിൽട്ടറുകൾ സർവീസ് ചെയ്യുക. ഇക്കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തതയുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.